മെമ്മറി കാർഡ് വിവാദത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന് താരസംഘടനയുടെ ക്ലീൻ ചിറ്റ്. മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ KPSC ലളിതയ്ക്ക് കൈമാറിയിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് പരാതിക്കാർക്ക് കൈമാറും. മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ്. ആ മെമ്മറി കാർഡ് KPSC ലളിതയുടെ കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത്. ഇതിൽ മറ്റാരും പ്രതികളോ കുറ്റക്കാരോ തെറ്റുകാരോ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഫൈൻഡിങ്സ്. ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് MMA ഒഴിയുന്നത്? ധന്യ സൂചിപ്പിച്ചതുപോലെ മെമ്മറി കാർഡ് വിഷയത്തിൽ നിന്ന് അമ്മ ഒഴിയുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അമ്മ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു മെമ്മറി കാർഡ് വിവാദം. കുക്കു പരമേശ്വരനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നത്. കുക്കുവിന്റെ കയ്യിലാണ് അവസാനം മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത് എന്നാണ് പല അംഗങ്ങളും ആരോപിച്ചത്. പൊന്നമ്മ ബാബു, ഉഷ ഹസീന അടക്കമുള്ള അംഗങ്ങൾ കുക്കു പരമേശ്വരനെതിരെ DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ അമ്മ അഞ്ചംഗ സമിതിയെ നിയോഗിച്ച് അതിൽ അന്വേഷണം നടത്തി ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവസാന ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് KPSC ലളിതയുടെ കൈവശമാണ് ഇത്തരത്തിൽ മെമ്മറി കാർഡ് ഏറ്റവും അവസാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വിവരങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതിൽ 11 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിഗമനത്തിലേക്ക്, ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കുക്കു പരമേശ്വരൻ തികച്ചും നിരപരാധിയാണ് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് അമ്മ സംഘടന കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നിയമപരമായി മുന്നോട്ട് അമ്മ സംഘടന പോകില്ല എന്നുള്ളത് കൂടിയാണ്. പരാതിക്കാർക്ക് വേണമെങ്കിൽ നിയമപരമായി സമീപിക്കാം, ഈ റിപ്പോർട്ട് വായിച്ചു നോക്കാം, അതിലെ ഉള്ളടക്കം പരിശോധിക്കുകയും ചെയ്യാം. എന്നിട്ട് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ പരാതിക്കാർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. എന്തായാലും അമ്മ ഇതിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൽ അമ്മ നിയമപരമായി മുന്നോട്ട് പോകില്ല. ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ് ശ്വേത മേനോൻ പറഞ്ഞിരിക്കുന്നത്. ശരി ലിഡിയ.